നമസ്കാരം. പ്രകൃതിയുടെ വിസ്മയകരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഇടിമിന്നൽ. ആകാശത്ത് ക്ഷണികമായി മിന്നിമറയുന്ന ഈ വൈദ്യുത പ്രവാഹം ചരിത്രാതീത കാലം മുതൽ പലപ്പോഴും മനുഷ്യനിൽ ഭയവും ആകാംക്ഷയും ഉണർത്താറുണ്ട്. എന്നാൽ സാധാരണ ഇടിമിന്നലുകളിൽ നിന്ന് വ്യത്യസ്തമായി നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് നീണ്ടുനിന്ന ഒരു മെഗാഫ്ലാഷ് ഇടിമിന്നൽ ശാസ്ത്ര ലോകത്തെയും ജനങ്ങളെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 2017 ഒക്ടോബറിൽ അമേരിക്കയുടെ ആകാശത്തുണ്ടായ 828 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ഈ ഇടിമിന്നൽ ലോക റെക്കോർഡുകൾ തകർത്ത് ചരിത്രത്തിൽ ഇടം നേടുകയാണ്. കിഴക്കൻ ടെക്സാസിൽ നിന്ന് ആരംഭിച്ച് മിസോറിയിലെ കാൻസാസ് സിറ്റിക്ക് സമീപം വരെ ഈ മിന്നൽ എത്തിച്ചേർന്നു. ഏകദേശം 515 മൈൽ അഥവാ 828 കിലോമീറ്റർ ദൂരമാണ് ഇത് താണ്ടിയത്. ഒരു കാറിൽ ഈ ദൂരം സഞ്ചരിക്കുവാൻ 9 മണിക്കൂറും വിമാനത്തിൽ 90 മിനിറ്റും വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2020 തെക്കൻ അമേരിക്കയിൽ വ്യാപിച്ച കൊടുങ്കാറ്റിനിടെ ഉണ്ടായ 477 മൈൽ ദൂരത്തിൽ വ്യാപിച്ച ഇടിമിന്നലിൻ്റെ റെക്കോർഡാണ് 2017 മിന്നലിൻ്റെ ദൈർഘ്യം അളക്കപ്പെട്ടതോടെ പിന്നിലായത്. ഒരു ഇടിമിന്നലിന് അത് ഉത്ഭവിച്ച കൊടുങ്കാറ്റിൽ നിന്ന് എത്രയധികം ദൂരം സഞ്ചരിക്കാനാകുമെന്നതിൻ്റെ തെളിവാണിതെന്ന് വേൾഡ് മെറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷനിലെ ഗവേഷകർ പറയുന്നു. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ദില്ലി മുതൽ ഭോപ്പാൽ വരെയുള്ള ദൂരത്തേക്കാൾ കൂടുതലാണ് ഈ 828 കിലോമീറ്റർ എന്നത് ഇതിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റെ നീളത്തേക്കാൾ അധികമാണിത്. വൈദ്യുതീകരിക്കപ്പെടുന്ന മേഘങ്ങളുടെ അപകടം എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ. അവയ്ക്ക് ദീർഘദൂരം സഞ്ചരിക്കാനാവുമെന്നും വ്യോമയാന മേഖലയെ താറുമാറാക്കാനും കാട്ടുതീക്ക് കാരണമാകുവാനും സാധിക്കുന്ന മിന്നൽ പിണറുകൾ സൃഷ്ടിക്കാനാകുമെന്നും ഇത് വ്യക്തമാക്കുന്നു. ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് വർഷങ്ങളായി ഇടിമിന്നൽ നിരീക്ഷിച്ചിരുന്നത്. 2017 മുതൽ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളിലെ ലൈറ്റ്നിങ് ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് ഇപ്പോൾ മിന്നലിനെ ഭൂഖണ്ഡങ്ങളിലുടനീളം നിരീക്ഷിക്കാനാകും. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി മിന്നലിൻ്റെ തുടർച്ചയായ അളവുകൾ പകർത്തുവാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മിന്നലുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും വിലയിരുത്തുവാനുമുള്ള കഴിവുകൾ ഇന്ന് ഏറെ മുന്നേറിയിട്ടുണ്ട്. ഈ കണ്ടെത്തിയതിലും ശക്തമായ മിന്നലുകൾ ഇനിയും ഉണ്ടാകാം. 60 മൈലിൽ കൂടുതലുള്ള മിന്നലുകളെയെല്ലാം മെഗാഫ്ലാഷ് എന്നാണ് വിളിക്കുന്നത്. വലിയ പ്രദേശത്ത് വ്യാപിക്കുകയും ഏറെ നേരം നീണ്ടു നിൽക്കുന്നതുമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായാണ് ഇവ രൂപപ്പെടാറ്. 2017 മെഗാഫ്ലാഷിന് ശേഷം പിന്നീട് പലതവണ ഇത്തരം മെഗാഫ്ലാഷുകൾ വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വലിയ അപകടങ്ങൾക്കും ഇവ കാരണമാകാറുണ്ട്. 1994 ഈജിപ്തിലെ ഡ്രോങ്കയിലുണ്ടായ ഇടിമിന്നലിൽ എണ്ണ ടാങ്കുകൾ തകരുകയും നഗരത്തിൽ എണ്ണ പരന്നൊഴുകി തീപിടിച്ചുണ്ടായ അപകടത്തിൽ 469 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഈ മെഗാഫ്ലാഷുകൾ പ്രകൃതിയുടെ ശക്തിയുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, പൊതുസുരക്ഷയ്ക്കും വിമാനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും യഥാർത്ഥ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ഒരു കൊടുങ്കാറ്റിൻ്റെ ദൃശ്യമായ കേന്ദ്രത്തിൽ നിന്ന് വളരെ ദൂരെ വരെ മിന്നലിൻ്റെ സ്വാധീനം എത്താമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ഇടിമിന്നൽ കടന്നു പോയതിനു ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സുരക്ഷിതമായ ഒരിടത്ത് തുടരണമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. 828 കിലോമീറ്റർ നീണ്ടുനിന്ന ഈ ഇടിമിന്നൽ പ്രതിഭാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിക്കുറിക്കുന്നതാണ്. ഇത്തരം മെഗാഫ്ലാഷുകൾ എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നു വരികയാണ്. പ്രകൃതിയുടെ ഈ അസാധാരണമായ വൈദ്യുത പ്രകടനങ്ങൾ ഇനിയും നമ്മെ അത്ഭുതപ്പെടുത്തുകയും പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.